ഹായ്. ഒഫീഷ്യലി ഈ കാർഡ് യൂട്യൂബ് സ്റ്റുഡിയോയായി മാറിയ പോലെ ഉണ്ട്. വേറെ ഇടുന്ന് എടുക്കാനൊരു കംഫർട്ട് കിട്ടുന്നില്ല. ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായി. ഒരാൾ അത്യാവശ്യം നല്ല വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്. ആൾ വന്നിട്ട് ഈ 90% പ്രശ്നങ്ങൾക്കും കാരണം പണമാണ് എന്നുള്ളത് തെറ്റായ ധാരണയാണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. ആൾ പറയുന്നതിൽ കാര്യമെല്ലാം ഉണ്ട്. പക്ഷേ ശരിക്കും ഈ ഒരാളുടെ 90% പ്രശ്നങ്ങൾക്കും കാരണം പണം തന്നെയല്ലേ? ഞാനൊരു ബിലോ ആവറേജ് മിഡിൽ ക്ലാസ്സിൽ ജനിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ചെയ്യുന്ന തൊഴിലിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് എനിക്ക് രണ്ടറ്റം കൂട്ടിമുട്ടുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഗ്രോ ചെയ്ത് പോകാൻ പറ്റൂല എന്നുള്ള ധാരണ എനിക്കുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ സൈഡായിട്ട് ഈ യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാനും. കാരണം പണം തന്നെയാണ്, ഏണിങ്സ് വേണമെന്നുള്ള ഇത് തന്നെയാണ്. ഒരുപാട് പൈസ ഉണ്ടാക്കണം എന്നല്ല, എനിക്കെൻ്റെ മെയിൻ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ട്രാവൽ ചെയ്യണം. അപ്പോൾ അതിനുള്ള വരുമാനം എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ആൾ പറഞ്ഞത് പണമല്ല പ്രശ്നം എന്നാണ്. എൻ്റെ 90% പ്രശ്നങ്ങൾക്കും കാരണം പണമാണ്. പണം ഉണ്ടെങ്കിൽ, പൈസ ഏണിങ്സ് ഇൻകം വരുന്നുണ്ടെങ്കിൽ എൻ്റെ ഏകദേശം 90% പ്രശ്നങ്ങളും കഴിയും. അപ്പം ബാക്കിയിലെ 10% പ്രശ്നങ്ങളും ഈ 90%ൻ്റെ കൂടെ കവറാവും. അങ്ങനത്തെ പ്രശ്നങ്ങൾ മാത്രമേ എനിക്കിപ്പോൾ ഇല്ലൂ. എന്നാൽ റിലേഷൻഷിപ്പിൽ എനിക്ക് പ്രശ്നങ്ങളില്ല. അത് പൈസ കൊണ്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ പണമല്ലാണ്ട് വരാനുള്ള പ്രശ്നങ്ങൾ എൻ്റെ കാര്യത്തിലില്ല. ബാക്കിയുള്ള എല്ലാവരെയും കാര്യത്തിൽ എനിക്കറിയില്ല. അപ്പോൾ ആൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. മണി ഈസ് ദ പ്രോബ്ലം. ആവശ്യത്തിലധികം പണം വേണമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മുടെ കാര്യങ്ങളും EMI ബാധ്യതയും ഒന്നും ഇല്ലാണ്ട് എമർജൻസി വന്നാൽ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾ, ഈ ചെറിയ പറഞ്ഞ ഇഷ്ടങ്ങളുണ്ടല്ലോ, വേൾഡ് മൊത്തം ട്രാവൽ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് ഇന്ത്യയിൽ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം പോകണം, യാത്രകൾ ചെയ്യണം. അതിനുള്ള ഇൻകവും ഫാമിലിയെ നോക്കാനുള്ള ഇൻകവും, എമർജൻസി സിറ്റുവേഷൻ വന്നാലല്ലേ കാര്യങ്ങൾ മാനേജ് ചെയ്യാനും പറ്റുന്ന തരത്തിൽ ലൈഫൊന്ന് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്നെ പോലെ ഒരുപാട് ആൾക്കാരുടെ ജീവിതവും ഇതുപോലെ തന്നെ ആയിരിക്കും. ഒരു താല്പര്യമില്ലാത്തൊരു ജോലി ചെയ്തുകൊണ്ട് എങ്ങും എത്താണ്ട്, ഒന്നും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാനാവാണ്ട് ഒരു റുട്ടീൻ പോലെ രാവിലെ പണിക്ക് പോകുന്നു, വൈകുന്നേരം വരുന്നു, മാസം അല്ലെങ്കിൽ ആഴ്ചക്ക് അല്ലെങ്കിൽ മാസം ശമ്പളം വാങ്ങുന്നു, അത് കടം തീർക്കുന്നു, അതേ കടം വാങ്ങുന്നു. ഈ ഒരു സൈക്കിളിൽ ഇങ്ങനെ റിപ്പീറ്റായി പോകുന്ന എല്ലാവരെയും പ്രശ്നം പണം തന്നെ ആയിരിക്കും. അപ്പം 95% പ്രശ്നത്തിൻ്റെ കാരണം പണം അല്ലേ? ഐ തിങ്ക് അങ്ങനെയാണെന്ന് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഡേ 12 വെൽക്കം ടു ഡേ 12 ഓഫ് മൈ 365 ഡേയ്സ് വീഡിയോ ചലഞ്ച്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കാര്യം തുടങ്ങണം എന്ന് വിചാരിച്ച് 12 ദിവസം മുന്നോട്ട് പോകുന്നത്. അതൊരു വലിയ അച്ചീവ്മെൻ്റാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. നല്ല കൊതുകുണ്ട്, വൈകുന്നേരമായി സമയം. ഞാനീ ഒരു വീഡിയോ ചലഞ്ച് തുടങ്ങുമ്പം എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ സംസാരിക്കണം, അത് ഭയങ്കര റോ ആയിട്ട് സംസാരിക്കണം, പറ്റുന്ന പോലെ എഡിറ്റ് ചെയ്യണം എന്നെല്ലാം പറഞ്ഞ് തുടങ്ങിയതാണ്. ഞാൻ ഇമ്പ്രൂവ്മെൻ്റ് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. സ്ഥിരമായിട്ട് എനിക്ക് ഒരാൾ കമൻറ്റ് ചെയ്യലുണ്ട്. ആൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം എങ്ങനെയുണ്ട്, ഇമ്പ്രൂവ്മെൻ്റ് ആവുന്നുണ്ടോ, ബെറ്റർ ആവുന്നുണ്ടോ പറയാം. ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടാവില്ല. ഞാനൊന്നും പ്ലാൻഡ് അല്ലാണ്ട് ഇന്ന ടോപ്പിക്ക് അതിനെക്കുറിച്ച് ക്യാമറ ഓണാക്കി വെച്ചതിന് ശേഷം എന്താ പറയാൻ തോന്നുന്നു അത് പറയുന്നതാണ്. പിന്നെ 12 ദിവസമായി ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ടോപ്പിക് അതാണ്, മണി. എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു ടൂളാണത്. പക്ഷെ ആ ടൂൾ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും.
എല്ലാ പ്രശ്നങ്ങളും, എല്ലാ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളല്ലാണ്ട് വരുന്ന എല്ലാ പ്രശ്നങ്ങളും മണി ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നമ്മൾ ചെയ്യുന്ന കുറ്റങ്ങളും കാര്യങ്ങളൊന്നല്ല. സമാധാനം, സന്തോഷം, ഇതെല്ലാം പൈസ ഉണ്ടെങ്കിൽ നമുക്ക് താനേ ഉണ്ടാവും. ഒന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഗോൾ പറയുന്നത് കുറേ കടങ്ങളുണ്ട് പറഞ്ഞാൽ ഒരുപാട് കടങ്ങളുണ്ട്. അത് കുറേ ബാധ്യതകളുണ്ട്. അതെല്ലാം ഒന്ന് തീർന്നിട്ട് 0 ഡെപ്റ്റിൽ എത്തുക എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ. ഒരുപാട് പൈസ വരണം എന്നില്ല ആഗ്രഹമൊന്നുമില്ല. 0 ഡെപ്റ്റ് ആവുക, മാസം കിട്ടുന്ന പൈസയിൽ വീട്ടിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ, എൻ്റെ യാത്രകൾ ചെയ്യാൻ പറ്റിയാൽ മതി. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഗോൾ എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് വീഡിയോ, യൂട്യൂബ്, വ്ലോഗ് കാര്യങ്ങളെല്ലാം. ഞാൻ ചെയ്യുന്ന തൊഴിൽ ഡെയിലി കിട്ടുന്ന പൈസയിൽ പറ്റൂല, ആർക്കും പറ്റും നമുക്ക് തോന്നുന്നില്ല. ഒറ്റ വരുമാനം കൊണ്ട് മാത്രം ഒരാൾക്കും ഡെബിറ്റും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. റോൾ ചെയ്ത് എത്ര കാലം പോകും? ഒരു സമയം നിൽക്കും. അപ്പം അതിന് മുന്നേ സൈഡായിട്ട് എന്തെങ്കിലും ചെയ്ത് തുടങ്ങിയാൽ അത് സക്സസ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നല്ല, അത് പ്രോസസ്സ് ആവുന്നുണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ അതിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ തന്നെ അത് വലിയ കാര്യമാണ്. അത് കുറേ കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്തു എന്നുള്ളൊരു സാധനം ഉണ്ടോ, അന്ന് എനിക്കത് ചെയ്യാമായിരുന്നു എന്നുള്ള സാധനം തോന്നുന്നതിനേക്കാൾ നല്ല അന്നേരം ട്രൈ ചെയ്യുന്നതാണ്. ഇപ്പം ട്രൈ ചെയ്യുന്നതാണ്. എന്തെല്ലോ സൈഡായിട്ട് തുടങ്ങിയിട്ടുണ്ട്, എല്ലാം എവിടെ എത്തുമെന്ന് അറിയില്ല. ഈ ബ്ലോഗ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, സൈഡായിട്ടൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്, ഓൺലൈനിൽ ചെറിയതായിട്ടൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഗിഫ്റ്റ് കാര്യങ്ങൾ, ഫ്രെയിംസ് കാര്യങ്ങളെല്ലാം ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒന്നുമില്ല, ചെറുത് ഒരു 500 രൂപ കിട്ടിയാൽ ഇത്രയും. ദാറ്റ് ഈസ് ദ പോയിൻറ്റ്. അപ്പം ഇന്നത്തെ കോണ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വെൽക്കം ടു റാൻഡം കോണ. 12 ദിവസമായി. കാണുന്നവർക്ക് താങ്ക്സ്. ബൈ.